അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും വണ്ടി ഒന്ന് പുറകിലേക്ക് മുമ്പിലേക്കൊക്കെ തിരിച്ചിട്ടായിരിക്കും എടുക്കുന്നത് മോസ്റ്റ്ലി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വണ്ടി ആദ്യം സ്റ്റാർട്ടാക്കിയിടുക. സ്റ്റാർട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ മെല്ലെ ഫസ്റ്റ് സ്റ്റാൻഡ് ഇടണം കേട്ടോ. നമ്മളിങ്ങനെ മെല്ലെ തിരിക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ വണ്ടിയുടെ എല്ലാ പാർട്ടിലേക്കും ഓയിലെത്തും. അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ വണ്ടി വെക്കാം. ഇങ്ങോട്ടാണ്, പക്ഷേ ഇവിടെ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പോയി കറങ്ങിയിട്ട് ടെലിഗ്രാമേ എടുക്കായിരുന്നു. നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മൾ നിയമം പാലിക്കണമല്ലോ. ഞാനെപ്പോഴും നിയമം പാലിക്കാറുണ്ട്. ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേവിടെ ഇങ്ങനെ കിടക്കും, സമയം എടുക്കും കുറേ. നല്ല ജലദോഷം പിടിച്ചു പോയി. വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ചെന്നൈയിലൊന്ന് മഴ പെയ്തു. മഴ എന്ന് പറയാൻ പറ്റില്ല, ചാറി. എന്നാലും ഈ സമയത്തൊക്കെ മഴ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തായിരുന്നു വണ്ടി. അപ്പോൾ റിസർവ് ആക്കിയോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട്, ഇല്ലെങ്കിൽ വഴിയിലൂടെയും പോയി കിടന്ന് അവളൻ്റെ എടുത്തില്ല, വലിയ കണ്ടൻ്റ് ആകത്തില്ല. ഞാൻ റിസർവ് ആക്കി കുറഞ്ഞില്ല തണ്ടി. എൻ്റെ ബാക്കിയുള്ളവർ എവിടെ കൊണ്ടുപോകുമ്പോൾ വഴി കിടക്കണം. ഇതിൻ്റെ മനുഷ്യ ചെയ്യടെ വീഡിയോയിൽ പയ്യുണ്ടല്ലോ. ഇവിടുന്ന് കോളത്തിൽ ബസ്സുണ്ട്, നമ്മുടെ കോളമല്ല കേട്ടോ. ഞാൻ വന്നപ്പോഴും കുറേ എന്നെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് ബസ്സൊക്കെ ഉണ്ട്. കോളത്തിൽ ഇത്രയും ബസ്സൊക്കെ ഉണ്ടോ? തിരുവനന്തപുരത്തില്ലാതെങ്കിൽ കോളത്തിൽ ബസ് പോകുന്നത്. പിന്നീട് മനസ്സിലായി ഇവിടെ വേറൊരു കോളമുണ്ട്, ഇവർക്ക് സ്വന്തമായിട്ട്. നമ്മുടെ ഒരു ബീച്ച് കോളം തന്നെയാണ്. നല്ല രസമാണ് കാണാനൊക്കെ. ഓക്കെ, കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ടുള്ള ബീച്ചാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ഒന്ന് വണ്ടിയുണ്ട്, BMW G310 ആറാന്ന് എനിക്ക് തോന്നുന്നു. അതിന് സൈലൻസർ ഉണ്ട്, ഞാൻ ചെക്ക് വെച്ചിരുന്നത്. എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു. വണ്ടി മൊത്തത്തിൽ കാണാനുള്ള സൈലൻസർ മാത്രം ഒരു റേഷ്യോ ഇല്ലാത്ത പോലെ ബാക്കിൽ നിന്ന് ഞാൻ ചെക്ക് വെച്ച്. അത് സാധാരണ ബൈക്കിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു സൈലൻസർ ആംഗിൾ വെച്ചിട്ടായിരിക്കും അതിൻ്റെ കട്ടിങ് ഉണ്ടാവുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ താഴെ കയറ്റി വെച്ച്. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. സമയം നട്ടിച്ചെങ്കിലും കറക്റ്റ് 12 ഇന്നൊരു വെയിലില്ലത്. അവർ പോകുന്ന ഒരു സ്നേഹം നിന്നും ഞാൻ പോകുന്ന ഒരു സാധ്യതയുണ്ട്. ലാസ്റ്റ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നു. കേട്ടില്ല. ആടാ ഞാൻ മാറ്റി ഞാൻ നോക്കിയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ അടിച്ചായിരുന്നു. നോക്കണതാ. ശരി, കണ്ടോ കറക്റ്റ് വണ്ടി ഓഫ് സമയമായി പോകാൻ വിളിച്ചു. റിസർവിലാടാ വണ്ടി കൊള്ളാലോ. സമയത്ത് താഴെ തിരക്കില്ലെങ്കിൽ ഇവിടെ പോയാലാണ് കൂടുതൽ സമയം എടുക്കുന്നത്.
വരുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഈ വൺ വേ ഇവിടെ നിന്ന് ഓപ്പൺ ആണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പുറ സൈഡിൽ ഈ കയറ്റം കയറുമ്പോൾ ഒറ്റ വണ്ടി ഉണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഈ വലിയ വണ്ടികളൊക്കെ ഓവർടേക്ക് വേണ്ടിയിട്ട് ഈ സൈഡിൽ കൂടെ പറപ്പിച്ച് വരും. ഇപ്പോൾ നമ്മൾ മാത്രമല്ല, കാറാണെങ്കിൽ ബസ്സിനൊക്കെ ഓവർടേക്ക് വേണ്ടിയിട്ട് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ കയറും. മേളിലെത്തി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് വൺ വേ അല്ല, രണ്ട് വേ ഓപ്പണാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കയറിയിരുന്നുണ്ടാവും, അവിടെ നിന്ന് മേളിൽ ചെല്ലുകയും ചെയ്യും, നമ്മൾ നല്ല സ്പീഡിലായും ചെല്ലുക. ഇവിടെ അങ്ങനെ സൈൻ ബോർഡൊന്നും വെച്ചിട്ടില്ല. വെച്ചിട്ട് ഏത് സമയത്താണ് വൺ വേ ഓപ്പൺ, ഏത് സമയത്താണ് ടൂ വേ ഓപ്പൺ. അതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വെച്ചാൽ ഇവിടെയാണ് രാജ്ഭവൻ ഗേറ്റ്സ്. ആരാണ് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? ഗവർണറാണ്. അറിയത്തില്ല, ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പോലീസൊക്കെ ഉണ്ടാവും. സോറി, ലോക് ഭവനാട്ടോ, രാജ്ഭവൻ, ലോക് ഭവൻ. നക്ഷത്രത്തിലുണ്ടല്ലോ, നക്ഷത്രക്കാരെ ഈ വഴിക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. കാരണം ഇവിടെ ലോക് ഭവൻ ഉള്ളതുകൊണ്ട് ഇതൊന്നും ചർച്ചയൊക്കെ ചെയ്യാനുണ്ടാവില്ലേ. കോഴിക്കോട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ, ബസ്സിനകത്ത് ഇറങ്ങി. ഇവിടെ മൊത്തം ലക്ഷറി ഹോട്ടൽസ് ആണോ. കാരണം ഇവിടെ ITCയുടെ ഹോട്ടലൊക്കെ ഉണ്ട്. കാരണം ഇവിടെ എയർപോർട്ടിനടുത്താണ്, ലോക് ഭവൻ്റെ അടുത്താണ്. ലോക് ഭവൻ്റെ അടുത്തായത് റിസ്ക് എന്തായാലും ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഗിണ്ടി എന്ന് പറയും, നമ്മുടെ റാംകേറപ്പാനത്ത് വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിഞ്ഞിരിക്കുക ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ ഗിണ്ടിയാണ്. നല്ല ക്ലൈമറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങോട്ടേലൊക്കെ പോകാൻ തോന്നുന്നു. ഞാൻ കൊടൈക്കനാൽ പോകണമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ചില സാമ്പത്തിക കാരണങ്ങളാൽ ട്രിപ്പ് എനിക്ക് മാറ്റി വയ്ക്കേണ്ടി. ബൈക്കിനല്ല കേട്ടോ, ഞാൻ ബസ്സിന് പോകുന്നത്. ബസ്സിനോ ട്രെയിനിനോ അല്ലെങ്കിൽ ലിഫ്റ്റൊക്കെ പിടിച്ച് പോകണമെന്ന് വെച്ചു. അവിടെ ഫ്രീ ഷോറൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് തെങ്ങും കണ്ടതന്നെ അറിയത്തില്ല, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിലൂടെ എല്ലാവരും പതുക്കെ പോകുന്നത്. ഈ ചെറിയ ടയറുള്ള ബൈക്കുണ്ടല്ലോ, മഴക്കാലത്ത് യുവന്മാരെക്കാളും വലിയ ശല്യം വേറെയില്ല. ഞാനിങ്ങനെ ചെറിയ ടയർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ സൈക്കിളിലൊക്കെ ടയർ പോലത്തെ ടയറില്ലേ, ചെറിയ ബൈക്കുകൾ, അതിനിങ്ങനെ വെള്ളം പറത്തുക ആകാശത്തിൽ, ജലചക്രം പോലെ. അതിന് മഡ്ഗാർഡാണെങ്കിൽ ഊരി വയ്ക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ സാധാരണ ബൈക്കുകൊണ്ടിരിക്കും. ഈ മഡ്ഗാർഡ് ഒന്നെങ്കിൽ പോയതായിരിക്കും, കംപ്ലൈൻ്റ് ആയിരിക്കും, പൊട്ടിപ്പോയതായിരിക്കും. ഇതിനുമാർ ഊരി വെച്ചിരിക്കും, ചെളി ഇങ്ങനെ തെറിക്കുക. കുറേ പോകുന്നതിൻ്റെ തലയിലേക്ക് മൊത്തം ചെളി. ഞാൻ കട്ടിപ്പാറ എത്തിയിരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. ഓഫീസിൽ പോയി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അവിടെ പോയി ഓഫീസിൽ DLFിൻ്റെ ഉള്ളിൽ ശരിക്കൊരു DLF എന്ന് പറഞ്ഞാൽ IT പാർക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു കട കണ്ടായിരുന്നു, രാജഭോഗം എന്ന് പറഞ്ഞിട്ട്. അവിടെ തലശ്ശേരി ബിരിയാണി ഉണ്ട്. ചെന്നൈയിൽ കുറച്ച് റെയറായിട്ട് തലശ്ശേരി ബിരിയാണി കിട്ടുന്നു. റെയറാണ്, നല്ല സാധനം കിട്ടാൻ തീരെയില്ല. ഞാൻ എനിക്കാകെ നല്ലതായിട്ട് തോന്നിയത് എൻ്റെ കേരളത്തിലാണ്. പിന്നെ എന്തായിരുന്നു കടന്നത്, ഇങ്ങനെ കടയുണ്ട് വസ്തുവായിട്ട്. അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു, ബാക്കിയെല്ലാം കണക്കാണ്. വേറെ ഏതോ അരിയൊക്കെ ഇട്ടിട്ട് ബിരിയാണി എന്ന് പറയുന്നത് കാണുന്നുണ്ടായിരുന്നത്. എൻ്റെ പൊന്നോ, ഇവിടെ കുറേ പമ്പൊക്കെ സോറി, ചെറിയ ടയർ മാത്രമല്ല കേട്ടോ, വലിയ ടയറുകളെ എങ്ങനത്തെ വണ്ടിയാണ് പോലെ നല്ലൊരു മഡ്ഗാർഡൊക്കെ വെച്ചോളി കമ്പനി. ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് ഈ പോകുന്ന RC200. ഭയങ്കര രസം വണ്ടി ഓടിക്കാൻ. നല്ല
വർക്കാണെങ്കിലും രണ്ടിലും പഴയ വണ്ടിയായിരുന്നു. ഈ ജനറേഷനൊക്കെ സീൻ വണ്ടികൾ. ഒരു ടയർ പഞ്ചറാണ്, ഒരു ടയറൊക്കെ പരന്നിരിക്കുന്നത്. ഇത്രയ്ക്ക് മഴയൊക്കെ പെയ്യാൻ മാത്രം ഇതൊക്കെ എപ്പം സ്വഭാവമോ കാല് കുത്താൻ വഴി ഉണ്ടാക്കുന്നത് ഇട്ടവെള്ളമെന്നൊക്കെ പറഞ്ഞാൽ ആയുസിൻ്റെ ബലം കൊണ്ട് കാല് കുത്താൻ രക്ഷപ്പെട്ടാൻ തോന്നുന്നു. വല്ല ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ? ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്. ചില സമയത്ത് ഭയങ്കര ചെക്കിങ് ആയിരിക്കും. ഇല്ലെങ്കിൽ സപ്പോസ് നമുക്ക് ഐ ഡി കാർഡ് ഇല്ലെന്ന് വിചാരിച്ചോ, അവിടെ ഫ്രണ്ട് ഓഫീസിൽ പോയി ആധാർ കാർഡ് കൊടുത്ത് നമ്മുടെ ഓഫീസിൽ നിന്ന് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരാൾ അവർക്ക് മെയിൽ അയച്ച് എന്നിട്ട് നമ്മുടെ ഡേറ്റയൊക്കെ വെരിഫൈ ചെയ്തിട്ട് ഒരു OTP തരും. ആ OTP കൊണ്ട് അവരവിടെ ഒരു ടെമ്പററി ID കാർഡ് ജനറേറ്റ് ചെയ്യും. ആ ടെമ്പററി ID കാർഡ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്ത് കയറാൻ. രസമാണ്. ഇതാണ് ഫുഡ്. ഇതിനകത്തോട്ടോ നമ്മുടെ രാജഭവൻ പറഞ്ഞിട്ട് പോയി നോക്കാൻ പറ്റും. പിന്നെ തലശ്ശേരി ചിക്കൻ ബിരിയാണി പോകുന്നു. സമയം 12:30 കറക്റ്റെല്ലാവരും ലഞ്ചിന് പോകുന്ന സമയത്ത് എപ്പോഴും പോയി ചെക്ക് ചെയ്യാൻ പോയി ഇവിടെ ആരും ഉണ്ടാവത്തില്ല. ഉള്ളിലേക്കുള്ള വീഡിയോ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുക. കാരണം ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് കമ്പനിയുടെ പോളിസിക്കെതിരാണ്, എൻ്റെ എത്തിക്സിനെതിരാണ്. അപ്പോൾ നമുക്ക് പോയി വന്നിട്ട് കാണാം. ഇന്ന് ശനിയാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ ഇവിടെ വേറെ ഒറ്റ ഔട്ട്ലെറ്റ് തുറന്നിട്ടില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഏഷ്യാസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്ലെറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നോക്കിയപ്പോൾ ചൈനീസ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നൊരു രാമൻ ഓർഡർ ചെയ്തു. എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല സ്പൈസി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴയാണല്ലോ. എൻ്റെ പണ്ടുകുട്ടികളൊരു സംശയമായിരുന്നു, ഈ ബേസ്മെൻറ്റിലൊക്കെ മഴ പെയ്യുമ്പോൾ എന്താ വെള്ളം കയറാത്തായിരുന്നു. ആ സംശയം ഇന്നത്തോടെ മാറിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഷൂ ഒക്കെ നനയിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം പോകുന്നുണ്ടോ? വെളിയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ വെള്ളം മൊത്തം ഒഴുകി ലിഫ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ചധികം വെള്ളമുണ്ട്. എങ്ങോട്ടായിരിക്കും ഇപ്പോൾ ട്രെയിൻ വന്നത്? നമ്മളെന്തായാലും പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മളിവിടെ ഗേറ്റിൻ്റെ അടുത്ത് വരെ പോയി നിൽക്കാം. കാരണം പുറത്ത് നല്ല മഴയാണ്. ഞാൻ ലാപ്ടോപ്പിന് കവറൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് പണിയായി. പുറത്തിറങ്ങിയിട്ട് കണ്ടിന്യൂ ചെയ്യും.